ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്ന് ക്രിയായോഗത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ. ക്രിയായോഗം അഗസ്ത്യ മഹർഷിയിലൂടെയാണ് പിന്നീട് ലോകം അറിയാനുള്ള കാരണമായത്. എന്താണ് ക്രിയായോഗത്തിൽ അഗസ്ത്യ കഴിഞ്ഞ വീഡിയോയിൽ മഹാവിഷ്ണുവിലൂടെ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മഹാവിഷ്ണു ആണ് ഇതിൻ്റെ തുടക്കം എങ്കിലും പിന്നീട് അത് വീണ്ടും അഗസ്ത്യ മഹർഷിയിലൂടെയാണ് പിന്നീട് അഗസ്ത്യ മഹർഷിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആ ഒരു ആളിലൂടെയാണ് പിന്നെ ലോകം ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. ആരാണ് അഗസ്ത്യൻ? തമിഴിൽ അകത്തിയർ എന്ന് പറയും. അകത്ത് തീയുള്ളവൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ്റെ അഗ്നിയെ ജ്വലിപ്പിച്ച് പോകുന്ന ആ ഒരു പ്രക്രിയയാണ് ക്രിയായോഗത്തിൽ പറയുന്നത്. അഗസ്ത്യ മഹർഷിയെ പറ്റി നമ്മുടെ ആദ്യത്തെ തമിഴ് സാഹിത്യത്തിലെ 1-2 ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ആദിമുനി, കുംഭമുനി, കുറുമുനി, ഗുരുമുനി എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന അഗസ്ത്യൻ. അകത്തെ അല്ലെങ്കിൽ അകത്ത എന്ന് പറഞ്ഞ പർവ്വതത്തെ തലകുനിപ്പിച്ച ഒരു കഥ എല്ലാവർക്കും അറിയാം. ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അഗസ്ത്യൻ എന്ന പേര് തന്നെ വന്നത്. അപ്പോൾ ആളാണ് പിന്നീട് അഗസ്ത്യൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അംശം കൂടിയാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത്. അതിനുശേഷം അഗസ്ത്യനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണ് അഗസ്ത്യനാണ് ക്രിയായോഗത്തിൻ്റെ ആദ്യത്തെ ഒരു സംഭവം എന്താണ് ഏതാണെന്ന് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമുക്ക് എന്താണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞതെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയാം. അപ്പോൾ അഗസ്ത്യ മഹർഷിയാണ് ക്രിയ പ്ലസ് യോഗം, ക്രിയായോഗം എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു കൊടുത്തത്. അവിടെ നിന്ന് അടുത്തതിലേക്ക് പിന്നെ ലോകം എമ്പാടും പ്രചരിച്ച ക്രിയായോഗം എന്ന ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു രീതിയിലേക്ക് അത് മാറാനുള്ള കാരണം പിന്നീട് അഗസ്ത്യ മഹർഷിയിലൂടെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ക്രിയായോഗം എന്ന്. പിന്നെ അത് മഹാവിഷ്ണുവിലൂടെ എന്ന രീതി, ശ്രീകൃഷ്ണനിലൂടെ, അത് കഴിഞ്ഞ് അഗസ്ത്യനിലൂടെ. ഇനി അത് ആരിലേക്കാണ് പോകുന്നത്? അതാണ് അടുത്ത വീഡിയോയിൽ. അഗസ്ത്യനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യകത 18 സിദ്ധന്മാരിലെ ഒരു വലിയൊരു സിദ്ധൻ, ഒരുപാട് കഴിവുള്ള ഒരു അഗസ്ത്യൻ ഇപ്പോഴും നക്ഷത്രമായിട്ടും ഒക്കെ ഉണ്ടെന്ന് പല ഇതിലും നമുക്ക് അറിയാൻ പറ്റും. അതെന്താണ് ഏതാണെന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.